ചിക്കനെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതാ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കാശ്മീരി മുളകും സാദാ മുളകും മല്ലിയും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക കേട്ടോ. ഇതുപോലെ ചെയ്യണേ. ഇനി മടി കാണിച്ചിട്ട് ഇനി പൊടിയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. ഇനി 2 കപ്പ് തേങ്ങ ഇതേപോലെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുക. അതിലേക്ക് കുറച്ച് തോലോട് കൂടിയിട്ടുള്ള വെളുത്തുള്ളി വലിയ ജീരകം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് അതും മാറ്റിയേക്കുക. തണുത്തിട്ട് ഉള്ള ഈ മുളക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് അതും മാറ്റിയേക്കുക. അതേ ചീഞ്ചട്ടിയിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 2 ചെറിയ സവാള കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി മറക്കരുത്. ആവശ്യത്തിനുള്ള ചിക്കൻ 1 കിലോ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം നേരത്തെ അരച്ചിട്ടുള്ള ആ ഒരു കാശ്മീരിൻ്റെ ആ പേസ്റ്റ് ഇല്ലേ അതും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കട്ടോ. ഇത് പറയുമ്പോൾ വായിൽ വെള്ളം ഊറുന്നുണ്ട്. വേറെ ഒന്നല്ല, ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയാണ്. അതും കൂടി ഇട്ട ശേഷം കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ വെള്ളം വറ്റുന്ന വരെ അതിൽ വേവിക്കട്ടോ. അത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചുള്ള ആ ഒരു തേങ്ങയില്ലേ അത് അങ്ങനെ തന്നെ അതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യട്ടോ. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ, മാംഗ്ലൂരിയൻ സ്റ്റൈലായിട്ടുള്ള ചിക്കൻ സുക്കാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ആയിട്ട് വിതറിയിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ്, മസ്റ്റ് ട്രൈ. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.